അധികാരത്തിന്റെ ചെങ്കോലും കിരീടവും കയ്യിലുണ്ടെങ്കിൽ റോഡിൽ ചോര നീരാക്കി ജീവിക്കുന്ന ഒരു സാധാരണക്കാരന്റെ അന്നം മുട്ടിക്കാമെന്ന് കരുതിയവർക്ക് കാലം കരുതിവച്ച ശക്തമായ തിരിച്ചടി. അതെ, ഇത് കേവലം ഒരു രാഷ്ട്രീയ തോൽവിയുടെ കഥയല്ല. ഒരൊറ്റ രാത്രി കൊണ്ട് ജീവിതം തകർക്കപ്പെട്ട ഒരു KSRTC ഡ്രൈവറുടെ കണ്ണീരിന്റെയും അതിനു പിന്നാലെ തകർന്നടിഞ്ഞ ഒരു രാഷ്ട്രീയ കോട്ടയുടെയും നേർചിത്രമാണ്. നിങ്ങൾ ഓർക്കുന്നുണ്ടോ, 2024 ഏപ്രിൽ 27 രാത്രി തിരുവനന്തപുരം പാളയം സാഫല്യം കോംപ്ലക്സിന് മുന്നിൽ വെച്ച് നടന്ന ആ സംഭവം? കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെന്ന് വാഴ്ത്തപ്പെട്ട ആര്യ രാജേന്ദ്രനും അവരുടെ ഭർത്താവ് സച്ചിൻ ദേവ് MLAയും ചേർന്ന് ഒരു KSRTC ബസ്സിന് കുറുകെ കാറിട്ട് വലിയൊരു തരംഗമുണ്ടാക്കിയ ആ രാത്രി മലയാളിക്ക് അത്ര പെട്ടെന്ന് മറക്കാനാകുമോ? അന്ന് ആ കാറിന് മുന്നിൽ തലകുനിക്കാൻ വിസമ്മതിച്ച യദു എന്ന താൽക്കാലിക ഡ്രൈവറുടെ ജീവിതം പിന്നീട് എങ്ങനെയാണ് വേട്ടയാടപ്പെട്ടത്? അഹങ്കാരത്തിന്റെ ആ താണ്ഡവത്തിന് ഒടുവിൽ ജനങ്ങൾ നൽകിയ വിധി എന്തായിരുന്നു? ജനങ്ങളെ വെല്ലുവിളിച്ചവർക്ക് UDF സർക്കാർ നൽകിയ ആ ചരിത്രപരമായ തിരിച്ചടിയുടെ അണിയറ കഥകളിലേക്ക് നമുക്കൊന്ന് സഞ്ചരിക്കാം. ഒരു വശത്ത് പാർട്ടിയുടെയും ഭരണത്തിന്റെയും തണലിൽ നിൽക്കുന്ന VVIPകൾ, മറുവശത്ത് രാത്രിയിലെ കഠിനമായ ഡ്യൂട്ടിക്കിടയിൽ സ്വന്തം കുടുംബം പുലർത്താൻ വണ്ടി ഓടിക്കുന്ന യദു എന്ന സാധാരണക്കാരൻ. അന്ന് ആ റോഡിൽ വെച്ച് ആര്യ രാജേന്ദ്രനും സംഘവും യദുവിനെ പരസ്യമായി വിചാരണ ചെയ്തു. ഒരു KSRTC ബസ് തടഞ്ഞിട്ട് പൊതുജന മധ്യത്തിൽ വെച്ച് ഒരു തൊഴിലാളിയെ അപമാനിച്ചപ്പോൾ അവർ ഓർത്തിരുന്നില്ല, തങ്ങൾ തടഞ്ഞത് ഒരു ബസ് മാത്രമല്ല, കേരളത്തിലെ ജനങ്ങളുടെ ക്ഷമയെക്കൂടിയായിരുന്നുവെന്ന്. ഭരണകൂടത്തിന്റെ സ്വാധീനം ഉപയോഗിച്ച് കേസ് അട്ടിമറിക്കാൻ പല ശ്രമങ്ങളും നടന്നു. CCTV മെമ്മറി കാർഡുകൾ അപ്രത്യക്ഷമായി, തെളിവുകൾ ഇല്ലാതാക്കാൻ നോക്കി. ഒടുവിൽ ഒരു ഘട്ടത്തിൽ മേയർ ആര്യ രാജേന്ദ്രനെയും ഭർത്താവിനെയും ഒഴിവാക്കി പോലീസ് കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. അതെ, നിയമവ്യവസ്ഥയ്ക്ക് മുന്നിൽ അവർ താൽക്കാലികമായി ക്ലീൻ ചിറ്റ് വാങ്ങിയിട്ടുണ്ടാകാം. പക്ഷേ ജനങ്ങളുടെ കോടതി കൃത്യമായ വിധിയെഴുതാൻ കാത്തിരിക്കുകയായിരുന്നു. ആ സംഭവത്തിന് ശേഷം ആര്യ രാജേന്ദ്രനും സംഘവും സുരക്ഷിതമായിരുന്നപ്പോൾ യദുവെന്ന ആ ചെറുപ്പക്കാരന്റെ ജീവിതം നരകതുല്യമായി മാറി. ഒരു കുടുംബത്തിന്റെ ഒരേ ഒരു താങ്ങായിരുന്ന ആ ജോലി നഷ്ടമായി. അന്നം മുട്ടിപ്പോയ യദു പിന്നീട് തന്റെ കുടുംബം സംരക്ഷിക്കാൻ വേണ്ടി ചെയ്യാത്ത പണികളില്ല. അദ്ദേഹം സ്വിഗ്ഗി ഡെലിവറി ബോയിയായി തെരുവിലിറങ്ങി, സ്വകാര്യ ബസ്സുകൾ ഓടിക്കാൻ പോയി, 2 വീലർ ടാക്സി ഡ്രൈവറായി മാറി. പക്ഷേ ക്രൂരത അവിടെയും അവസാനിച്ചില്ല. അധികാരവർഗത്തിന്റെ കണ്ണിലെ കരടായ യദുവിനെ ചിലർ പിന്തുടർന്ന് വേട്ടയാടിക്കൊണ്ടേയിരുന്നു. അദ്ദേഹം പ്രൈവറ്റ് ബസ് ഓടിക്കാൻ പോകുമ്പോൾ ചിലർ വണ്ടി കുറുകെയിട്ട് പ്രശ്നങ്ങളുണ്ടാക്കി. 2 വീലർ ടാക്സി ഓടിക്കുമ്പോൾ നോ പാർക്കിംഗ് ഏരിയയിൽ അല്ലെങ്കിലും തിരഞ്ഞുപിടിച്ച് പോലീസ് പിഴയടിച്ചു. അങ്ങനെ ഒരു മനുഷ്യനെ ജീവിക്കാൻ വിടാതെ വേട്ടയാടിയ നാളുകളായിരുന്നു അത്. എന്നിട്ടും യദു ആരുടെയും മുന്നിൽ ഭിക്ഷയ്ക്ക് ചെന്നില്ല. എന്റെ കുടുംബം നോക്കണം, അതിനായി അന്തസ്സോടെ ജോലി ചെയ്ത് ജീവിക്കണം, ഇനിയെങ്കിലും അവരെന്നെ ഉപദ്രവിക്കാതിരുന്നാൽ മാത്രം മതി എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ നിലപാട്. എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് വഴി ടെസ്റ്റുകളെല്ലാം പാസ്സായി KSRTC ബദൽ ഡ്രൈവർ ലിസ്റ്റിൽ യദുവിന്റെ പേരുണ്ടായിരുന്നു. സീനിയോറിറ്റി വരുമ്പോൾ ജോലി കിട്ടേണ്ടതാണ്, പക്ഷേ ആ മനസ്സ് നിറയെ പേടിയായിരുന്നു. വണ്ടി ഓടിക്കുമ്പോൾ വീണ്ടും എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാക്കി തന്നെ അവർ കുടുക്കുമോ എന്ന ഭയം. എന്നാൽ ഇപ്പോൾ കേരളത്തിൽ പുതിയ ഭരണമാറ്റം ഉണ്ടായിരിക്കുന്നു. UDF സർക്കാരെങ്കിലും തന്നോട് കരുണ കാണിക്കുമെന്ന യദുവിന്റെ പ്രതീക്ഷ ഒടുവിൽ തെറ്റിയില്ല. നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവറായി ഇപ്പോൾ യദുവിന് ജോലി ലഭിച്ചിരിക്കുകയാണ്. യദുവിന് ലഭിച്ച ഈ ജോലി സാധാരണക്കാർക്ക് നൽകുന്നത് വലിയൊരു പ്രതീക്ഷയാണ്. അധികാരത്തിന്റെ ഹുങ്ക് പാവപ്പെട്ട ജനങ്ങളോട് കാണിച്ചാൽ ഭാവിയിൽ പണിയില്ലാതെ വീട്ടിലിരിക്കേണ്ടി വരും എന്നൊരു സൂചനയാണിത്. യദുവിന് നിയമനം നൽകിയ സർക്കാരിന്റെ തീരുമാനത്തെ കേരളത്തിലെ ഓരോ സാധാരണക്കാരും ഇരു കൈകളും നീട്ടിയാണ് സ്വീകരിച്ചിരിക്കുന്നത്. യദുവിന്റെ ജീവിതത്തിൽ വലിയൊരു വഴിത്തിരിവാവുകയാണ് ഈ ജോലി. കഴിഞ്ഞ നിയമസഭാ തിരഞ്ഞെടുപ്പോടെ കേരള രാഷ്ട്രീയത്തിൽ സംഭവിച്ച വൻ അഴിച്ചുപണി യദുവിന്റെ കാര്യത്തിൽ കാലത്തിന്റെ കാവ്യനീതിയായി മാറുകയാണ്. അന്ന് ബസ് തടഞ്ഞു നിർത്തി യദുവിന്റെ പണി കളയാൻ മുന്നിൽ നിന്ന ആര്യ രാജേന്ദ്രൻ ഇന്ന് തിരുവനന്തപുരം മേയറല്ല. ഭർത്താവ് സച്ചിൻ ദേവ് ഇന്ന് MLAയുമല്ല. ഇതിനെല്ലാം പുറമെ
യദുവിനെതിരെ കഥകൾ ചമച്ച് KSRTCയിൽ നിന്നും പുറത്താക്കാൻ നേതൃത്വം നൽകിയ അന്നത്തെ ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പത്തനാപുരത്ത് പരാജയപ്പെടുകയും ചെയ്തു. തനിക്കിട്ട് പണിയാൻ നോക്കിയ പ്രബലരെല്ലാം ജനകീയ കോടതിയിൽ തോറ്റ് പണിയില്ലാതെ വീട്ടിലിരിക്കുമ്പോൾ നിയമസഭയിലെ താൽക്കാലിക ഡ്രൈവറായി യദു അന്തസ്സോടെ ജോലിയിൽ പ്രവേശിക്കുകയാണ്. റോഡിൽ വെച്ച് മുൻ മേയർ ആര്യ രാജേന്ദ്രനും കുടുംബവുമായി വാക്കേറ്റമുണ്ടായതിനു പിന്നാലെ യദുവിനെ ജോലിയിൽ നിന്ന് പുറത്താക്കാൻ അന്നത്തെ ഗതാഗത മന്ത്രി പറഞ്ഞ കാരണങ്ങളെല്ലാം പച്ചക്കള്ളമാണെന്ന് വ്യക്തമാക്കുന്ന വിവരാവകാശ രേഖകൾ നേരത്തെ തന്നെ പുറത്തു വന്നിരുന്നു. തൃശൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള യാത്രയിൽ യദു തുടർച്ചയായി 6 മണിക്കൂർ ഫോണിൽ സംസാരിച്ചതിനാണ് നടപടിയെന്നായിരുന്നു മുൻ മന്ത്രിയുടെ അവകാശവാദം. സിറ്റി പോലീസ് കമ്മീഷണർ കോൾ ഡീറ്റെയിൽ സഹിതം നൽകിയ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് നടപടിയെന്ന് അദ്ദേഹം ചാനലുകളിൽ വന്ന് വീരവാദം മുഴക്കിയെങ്കിലും KSRTC ചീഫ് ഓഫീസിൽ നിന്ന് ലഭിച്ച വിവരാവകാശ മറുപടിയിൽ യദു ഫോൺ വിളിച്ചതുമായി ബന്ധപ്പെട്ട ഒരു രേഖയും തങ്ങൾക്ക് ലഭിച്ചിട്ടില്ലെന്നാണ് വ്യക്തമാക്കിയത്. മുൻ മേയറും ഭർത്താവും കാർ കുറുകെയിട്ട് ബസ് തടഞ്ഞ് ചോദ്യം ചെയ്ത വിരോധത്തിൽ യദുവിനെ വേട്ടയാടാൻ അന്നത്തെ ഭരണകൂടവും മന്ത്രിയും ഒത്തുകളിക്കുകയായിരുന്നുവെന്ന് ഇതോടെ വ്യക്തമായിരുന്നു. പ്രകൃതിയുടെ ഒരു നിയമമുണ്ട്. അഹങ്കാരം അതിന്റെ അതിരുകൾ ലംഘിക്കുമ്പോൾ കാലം കണക്കു ചോദിക്കും. തിരുവനന്തപുരം കോർപ്പറേഷൻ കഴിഞ്ഞ 30 വർഷമായി ഇടതുപക്ഷത്തിന്റെ ഏറ്റവും സുരക്ഷിതമായ ചുവപ്പുകോട്ടയായിരുന്നു. ആ കോട്ടയിലാണ് ജനങ്ങൾ കനത്ത പ്രഹരമേൽപ്പിച്ചിരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിന്റെ ഫലം വന്നപ്പോൾ CPMന്റെ അടിവേര് ഇളകിപ്പോയി. നരേന്ദ്രമോദിയും അമിത്ഷായും എത്ര ശ്രമിച്ചിട്ടും നടക്കാത്ത കാര്യം വെറും 5 വർഷം കൊണ്ട് ആര്യ രാജേന്ദ്രൻ എന്ന മേയർ സാധിച്ചെടുത്തുവെന്നാണ് ജനങ്ങളിപ്പോൾ പരിഹസിക്കുന്നത്. പാർട്ടിയേക്കാൾ വലുതാണെന്ന ഭാവവും അധികാരപരമായി തന്നേക്കാൾ താഴെയുള്ളവരോടുള്ള പുച്ഛവുമാണ് ആര്യയുടെ തകർച്ചയ്ക്ക് കാരണമായത്. തന്നെ കാണാൻ വരുന്ന സാധാരണക്കാരെ കാണാൻ കൂട്ടാക്കിയിരുന്നെങ്കിൽ, പ്രാദേശിക പ്രവർത്തകരുടെ ആവശ്യങ്ങൾ കേട്ടിരുന്നെങ്കിൽ ഇപ്പോൾ ഈ അവസ്ഥ വരുമായിരുന്നില്ല. ഒരു നല്ല രാഷ്ട്രീയ പ്രവർത്തകന് വേണ്ടത് ചെറുപ്പത്തിന്റെ ചോരത്തിളപ്പോ അഹങ്കാരമോ അല്ല, മറിച്ച് ജനങ്ങളോടുള്ള സ്നേഹവും അനുകമ്പയുമാണ്. ആ ഗുണങ്ങൾ അവർക്ക് ഇല്ലായിരുന്നുവെന്ന് ജനങ്ങൾ വോട്ടിലൂടെ തെളിയിച്ചു കഴിഞ്ഞു. ജനങ്ങളെ വെല്ലുവിളിച്ച മുൻ മേയർ ഇന്ന് പദവികളൊന്നുമില്ലാതെ ഇരിക്കുമ്പോൾ വേട്ടയാടപ്പെട്ട യദു എന്ന ഡ്രൈവർ ഇപ്പോൾ അന്തസ്സോടെ പുതിയ ജോലിയിലേക്ക് പ്രവേശിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ യദുവിന്റെ തൊഴിൽ ആര്യ രാജേന്ദ്രൻ കളയുകയല്ല ചെയ്തത്. യദു എന്ന സാധാരണക്കാരൻ ഇടതുപക്ഷം ഏറ്റവും കൂടുതൽ കൊട്ടിഘോഷിച്ച അവരുടെ ഏറ്റവും പ്രായം കുറഞ്ഞ മേയറെ കേരളത്തിന്റെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ തുടച്ചു നീക്കുകയാണ് ചെയ്തത്. ആര്യ രാജേന്ദ്രന് ഇനി സജീവ രാഷ്ട്രീയത്തിൽ വലിയൊരു ഭാവിയില്ല എന്നതാണ് വസ്തുത. ഇനി ശിഷ്ടകാലം യദുവിനെ പോലെ കഠിനാധ്വാനം ചെയ്ത് ജീവിക്കുകയോ അല്ലെങ്കിൽ വീട്ടിലിരിക്കുകയോ ചെയ്യാം. ഇതാണ് കാലത്തിന്റെ കാവ്യനീതി.